ഹായ് ഓൾ. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മറാത്താസ് അണ്ടർ ശിവജി. മറാത്തക്കാര് ശിവജിയുടെ നേതൃത്വത്തിലുള്ള മറാത്ത. 17-ാം നൂറ്റാണ്ടില് മറാത്ത രാഷ്ട്രത്തിന്റെ ആവിർഭാവവും വികാസവും ഇന്ത്യ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ആധുനിക ഇന്ത്യയില് മുംബൈ, കൊങ്കൺ, മധ്യപ്രദേശിന്റെ ചെറിയ കുറച്ച് ഭാഗങ്ങൾ, ഹൈദരാബാദിന്റെ ചില പ്രദേശങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് മറാത്ത സാമ്രാജ്യം. ഇനി മറാത്തക്കാരുടെ വളർച്ചയ്ക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഫാക്ടേഴ്സ് ഫോർ ദ റൈസ് ഓഫ് മറാത്താസ്. ഒന്ന്, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു സാഹചര്യം, കണ്ടീഷൻ. ഡക്കാൻ പീഠഭൂമിയിലാണ് മറാത്ത സാമ്രാജ്യം ഡെവലപ്പ് ചെയ്തത്. ഈ പീഠഭൂമി കൃഷി പോലെയുള്ള ഉപജീവന മാർഗങ്ങൾ സാധ്യമാവണമെങ്കിൽ വലിയ കഠിനാധ്വാനം ആവശ്യമായിരുന്നു. അത് മറാത്തക്കാരെ കഠിനാധ്വാനികളും ധീരശാലികളുമാക്കി മാറ്റി. അതോടൊപ്പം ഇവിടെ കോട്ടകൾ കെട്ടുന്നതിനും അതിലൂടെ യുദ്ധത്തിനും യുദ്ധപ്രതിരോധത്തിനും ഒളിയുദ്ധത്തിനും അഥവാ ഗറില്ല വാർഫെയർ എല്ലാം പറ്റിയ ഒരു സ്ഥലമായി. അത് യുദ്ധവിജയങ്ങൾ നേടാൻ കാരണമായി. അവരുടെ ഭാഷാ ഐക്യം, അതുപോലെ സാഹിത്യം, സാമുദായിക ഐക്യം, അതെല്ലാം മറാത്ത ദേശീയതയുടെ വളർച്ചയ്ക്കും അതിലൂടെ ഒരു സ്വതന്ത്ര രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് അവരെ നയിച്ചു. മഹാരാഷ്ട്രയിലെ ഭക്തിപ്രസ്ഥാന പണ്ഡിതന്മാര് ഈ മറാത്തക്കാർക്കിടയിൽ സമത്വം, ഇക്വാലിറ്റി എന്ന ബോധം എന്ന ആശയത്തിന് വലിയ പ്രചാരം നൽകി. അത് അവർക്കിടയിൽ ഐക്യത്തിന്, അല്ലെങ്കിൽ അവർക്കിടയിൽ ഒരു ബ്രദർഹുഡ്, സാഹോദര്യത്തിനും ആക്കം കൂട്ടി. അതുപോലെ ഡക്കാൻ ഭരണകൂടങ്ങൾ, ഡക്കാനിൽ ഉണ്ടായിരുന്ന വിവിധ ഭരണകൂടങ്ങളിൽ അവര് ഭരണപരമായ പദവി വഹിച്ചിരുന്നു, അല്ലെങ്കിൽ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥ പദവികളിൽ അവർ നിന്നിരുന്നു. ആ അനുഭവ പരിചയം മറാത്തക്കാർക്ക് ഒരു മുതൽക്കൂട്ടായി. ഒരു രാഷ്ട്രീയ ഭരണ സംവിധാനം ഉണ്ടാക്കുന്നതിനും അതിലൂടെ ഒരു രാഷ്ട്രമായി മാറുന്നതിനുമുള്ള ആ അനുഭവ സമ്പത്ത് അവർക്ക് ഡക്കാനിൽ നിന്ന് തന്നെ കിട്ടി. ഇത്തരമുള്ള കാര്യങ്ങളാണ് മറാത്തക്കാർ രാഷ്ട്രീയ ശക്തിയായി മാറ്റുന്നതിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. മറാത്ത രാജ്യത്തിന്റെ രൂപീകരണത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ് ശിവജി. അദ്ദേഹം 1627 ജനിച്ചു. ഷാജി ബോൺസ്ലെ, ജീജാബായ് എന്നിവരാണ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കള്. അതോടൊപ്പം ദാദാജി കൊണ്ടോദേവ് അദ്ദേഹത്തിന്റെ ബാല്യകാല ഗുരുവും സംരക്ഷകനും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ചില ടീച്ചിങ്സ്, അദ്ദേഹത്തിന്റെ സ്വാധീനം ശിവജിയിൽ കാര്യമായിട്ടുണ്ടായിരുന്നു. ശിവജിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ ഒരു സ്വതന്ത്ര രാജ്യം സ്ഥാപിക്കുക എന്നുള്ളത്. ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിൽ ഒരു പരിധിവരെ വിജയിച്ചിട്ടുമുണ്ട് ശിവജി. ഇനി ശിവജി ബിജാപൂർ സുൽത്താൻമാരുടെ കൊട്ടാരവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവ് അവിടുത്തെ ഉദ്യോഗസ്ഥനായിരുന്നു. അങ്ങനെ ഒരു ഭരണപരമായിട്ടുള്ള ഒരു അനുഭവം പൈതൃകമായി തന്നെ ശിവജിക്കുണ്ട്. പിന്നീട് ഈ ബിജാപൂരിലെ സുൽത്താനുമായിട്ട് ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിന്റെയൊക്കെ ഫലമായി ബിജാപൂരിലെ പല പ്രാവശ്യം ആക്രമണം, ബിജാപൂരുമായിട്ട് ചില സംഘർഷങ്ങൾ ശിവജിയുമായി ബന്ധപ്പെട്ടുണ്ടാവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മുഗൾ രാജ്യവുമായിട്ടും പല പ്രാവശ്യം സംഘർഷങ്ങൾ ഉണ്ടായി. പല പ്രധാന പ്രഭുക്കന്മാരെയും യുദ്ധത്തിലൂടെ ശിവജി പരാജയപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ പല കോട്ടകളും അദ്ദേഹം പിടിച്ചടക്കി. ജുനാർ കോട്ട, ശിവജി മുഗളന്മാരുമായിട്ട് അതുപോലെ ബിജാപൂർ സുൽത്താൻമാരുമായിട്ട് സംഘർഷത്തിൽ ഏർപ്പെട്ടു. മുഗളന്മാരുടെ ഭാഗമായിരുന്ന ജുനാർ കോട്ട അദ്ദേഹം കൊള്ളയടിച്ചു. പല പ്രാവശ്യം മുഗളന്മാരെ അദ്ദേഹം പ്രതിസന്ധിയിലാക്കി. ശിവജിയെ പരാജയപ്പെടുത്താനും പിടിച്ചുകൊണ്ടുവരാനും പല ആളുകളെ ചുമതലപ്പെടുത്തിയിരുന്നു. ഈ രണ്ട് പ്രദേശം, അഥവാ ബിജാപൂരാണ് ആദ്യമായിട്ട് ശിവജിയെ പിടിച്ചു കെട്ടുന്നതിനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നത്. അതിൽ നിന്ന് വിജയിച്ചില്ല. അഫ്സൽ ഖാൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സൈനിക കമാൻഡറെ ചുമതലപ്പെടുത്തി. അഫ്സൽ ഖാനെ ശിവജി അദ്ദേഹത്തിന്റെ ഭാഗ്നക് എന്ന് പറയുന്ന കയ്യിലുള്ള ആയുധത്തെ, ഒരു കയ്യിൽ ഘടിപ്പിച്ച ഒരു ആയുധം ഉപയോഗിച്ച് അദ്ദേഹം വധിച്ചു. പിന്നീട് ഔറംഗസേബ്, മുഗൾ ഭരണാധികാരിയായ ഔറംഗസേബ് ഷയാസ്ത ഖാനെ ശിവജിയെ പിടിക്കുന്നതിന് വേണ്ടി നിയമിച്ചു. പക്ഷെ അദ്ദേഹവും ശിവജിയുടെ മുന്നിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് ഔറംഗസേബ് അംബർല രാജാവായ രാജ ജയ്സിംഗിനെ ശിവജിയെ അല്ലെങ്കിൽ ശിവജിയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തി. അദ്ദേഹം വളരെ തന്ത്രപൂർവം സൈനിക
തയ്യാറെടുപ്പുകൾ നടത്തി, ശിവജിയെ ഒറ്റപ്പെടുത്തുന്നതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അങ്ങനെ പുരന്ദർ കോട്ടയിൽ വെച്ച് ശിവജിയെ വളയുകയും പിന്നീട് കീഴടക്കുകയും ചെയ്തു. പുരന്ദർ കോട്ടയിൽ അദ്ദേഹം കീഴടങ്ങിയതിനു ശേഷം, ശിവജി കീഴടങ്ങിയതിനു ശേഷം ഒരു മുഗളന്മാരും ശിവജിയും തമ്മിൽ ഒരു എഗ്രിമെന്റിൽ വന്നു. അതാണ് ട്രീറ്റി ഓഫ് പുരന്ദർ 1665. ഈ കരാർ അനുസരിച്ച് ശിവജി മുഗളന്മാർ ശിവജി മുഗളന്മാരിൽ നിന്നും പിടിച്ചെടുത്ത കോട്ടകൾ 23 കോട്ടകൾ മുഗളന്മാർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു ശിവജിക്ക്. അതോടൊപ്പം ശിവജി മുഗളന്മാരുടെ മേധാവിത്വം ശിവജി അംഗീകരിച്ചു. ബിജാപൂരിനെതിരായി മുഗളന്മാരെ സഹായിക്കാമെന്ന് അംഗീകരിച്ചു. അപ്പൊ ഈ ട്രീറ്റി പ്രകാരം ഒരു നല്ല ബന്ധത്തിൽ ശിവജിയും മുഗളന്മാരും എത്തിയിരുന്നു. പിന്നീട് രാജ ജയ്സിംഗ് തന്നെ ശിവജിയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയും അങ്ങനെ ശിവജി മുഗൾ കൊട്ടാരത്തിലേക്ക് വരികയും ചെയ്തു. പക്ഷെ മുഗൾ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട ശിവജിയെ മുഗൾ കൊട്ടാരത്തിൽ നിന്ദിക്കുകയും പിന്നീട് അദ്ദേഹത്തിന് അവിടെ ഹ്യൂമിലിയേറ്റഡ് ആയി തോന്നുകയും പിന്നീട് അദ്ദേഹത്തെ ജയിലടക്കുകയും ചെയ്തു. പിന്നീട് തന്ത്രപൂർവ്വം ജയിൽ ചാടിയ ശിവജി മുഗളന്മാർക്കെതിരെ വീണ്ടും സംഘർഷം. മുഗളന്മാർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്ന പല കോട്ടകളും അദ്ദേഹം പിടിച്ചെടുത്തു. സൂറത്ത് നഗരം അദ്ദേഹം ആക്രമിച്ചു. മുന്നേയും സൂറത്ത് നഗരം മുഗളന്മാരുടെ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രമൊക്കെ ആയിരുന്നു. അവിടെ ആക്രമിച്ചു. പല സമ്പത്തും ശിവജി കൊള്ളയടിച്ചിട്ടുണ്ട്. അങ്ങനെ കാര്യമായ കോട്ടകളും സമ്പത്തും ചില പ്രദേശങ്ങളൊക്കെ കീഴടക്കിയതിനു ശേഷം ശിവജി സ്വയം മറാത്തക്കാരുടെ രാജാവായി സ്വയം അധികാരമേറ്റു. 1674 അങ്ങനെ ഛത്രപതി ശിവജി ഛത്രപതി എന്ന ഒരു സ്വയം വിശേഷിപ്പിക്കുകയും അങ്ങനെ ഒരു ടൈറ്റിൽ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം മുഗൾ പ്രദേശങ്ങളിലേക്ക് അദ്ദേഹം ആക്രമണം നടത്തി. ബിജാപൂരിലുള്ള പ്രദേശങ്ങളൊക്കെ അദ്ദേഹം കൂട്ടിച്ചേർത്തു, തന്റെ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്രമണമാണ് കർണാട്ടിക് ആക്രമണം 1677-78 കാലഘട്ടങ്ങളിൽ. പിന്നീട് അധികകാലം അദ്ദേഹത്തിന് ഭരിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഒരു സ്ഥിരമായ അല്ലെങ്കിൽ കുറെ കാലം നിലനിൽക്കുന്ന ഒരു സാമ്രാജ്യമായിട്ട് ഇതിനെ മാറ്റാൻ ശിവജിക്ക് കഴിഞ്ഞില്ല. 1680 അദ്ദേഹത്തിന്റെ 53-ാം വയസ്സിൽ അദ്ദേഹം മരണമടയുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം ഒരു ശക്തമായ ഭരണ സംവിധാനം ഡെവലപ്പ് ചെയ്തിരുന്നു. ഒരു നല്ല സൈനിക സംവിധാനവും നികുതി പരിഷ്കരണമൊക്കെ അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണ സംവിധാനത്തെ കുറിച്ച് പറയുമ്പോൾ ശക്തമായ ഒരു ഏകീകൃതമായ ഒരു ഭരണ സംവിധാനമാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ഡക്കാണിൽ അതുവരെ നിലനിന്നിരുന്ന ഭരണരീതിയുടെ കുറെ രീതികൾ തന്നെയാണ് ശിവജി കൂടുതലും സ്വീകരിച്ചത്. അദ്ദേഹം സ്വേച്ഛാധിപതിയായിരുന്നു. എല്ലാ അധികാരങ്ങളും തന്നിൽ നിക്ഷിപ്തമാക്കി. അതോടൊപ്പം അദ്ദേഹം ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് മറാത്ത ഭാഷയെ സ്റ്റേറ്റ് ലാംഗ്വേജ് ആയിട്ട് ഔദ്യോഗികമായിട്ട് അതിനെ മാറ്റി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അദ്ദേഹം ചെയ്ത പ്രവൃത്തികളുടെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് അഷ്ടപ്രധാൻ. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയാണ്. ശിവജിയുടെ ഭരണ സംവിധാനത്തിൽ പ്രധാനപ്പെട്ട 8 ഉദ്യോഗസ്ഥരടങ്ങിയിട്ടുള്ള ആ മന്ത്രിസഭയാണ് അഷ്ടപ്രധാൻ എന്ന് വിളിക്കുക. പേഷ്വയാണ് അദ്ദേഹത്തിന്റെ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ പൊതുഭരണത്തിന്റെ ചുമതലയുള്ള. അതോടൊപ്പം പിന്നെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ചുമതലയും ഒക്കെ നിർവഹിക്കുന്ന ആളാണ് പേഷ്വ. സാരി നൗബത്ത് എന്ന് പറയുന്നത് കമാൻഡർ ഇൻ ചീഫാണ്, സേനാപതിയാണ്. മജൂംദാർ ഫിനാൻസിന്റെയും അക്കൗണ്ടിന്റെയും കാര്യങ്ങൾ നോക്കുന്ന ആളാണ്. വക്കിയ നാവിസ് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ്, ഹൗസ് ഹോൾഡ് അഫെയർ, കൊട്ടാരത്തിലെ ഹൗസ് ഹോൾഡ് അഫെയർസ് എല്ലാം നോക്കുന്ന ആളാണ് വക്കിയ നാവിസ്. സൂർ നാവിസ് എന്ന് പറയുന്നത് ഒഫീഷ്യൽ കറസ്പോണ്ടൻസ്, കത്തിടപാടുകൾ, ഔദ്യോഗികമായ കത്തിടപാടുകളുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളാണ്. ദാബുർ എന്ന് പറയുന്നത് വിദേശകാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന ആളാണ്. ന്യായാധീശ് എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ്, മുഖ്യ ന്യായാധിപനാണ്. പണ്ഡിതറാവു എന്ന് പറഞ്ഞാൽ മതപരമായിട്ടുള്ള കാര്യങ്ങളിലെ മുഖ്യ പുരോഹിതനാണ് പണ്ഡിതറാവു. ഇതാണ് അഷ്ടപ്രധാൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വിങ് എന്ന് പറയുന്നത്. ഇനി അഷ്ടപ്രധാനിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ശിവജിയുടെ ഒരു ക്രിയേഷൻ അല്ല. ഇതിലുള്ള പല ഉദ്യോഗസ്ഥരും അഥവാ പേഷ്വ, മജുംദാർ, വക്കിയ നാവിസ്, ദാബർ, സുർനാവിസ് തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം ഡക്കാനി ഭരണ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നതാണ്. പിന്നീട് ചെറിയ മാറ്റങ്ങളാണ് ശിവജി വരുത്തിയത്. പണ്ഡിതറാവു, ന്യായാധീശ് എന്ന് പറയുന്ന 2 ഉദ്യോഗസ്ഥർ ഈ അഷ്ടപ്രധാനിലെ
ഇവരൊഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും സൈനിക ഉത്തരവാദിത്തങ്ങൾ കൂടി നിർവഹിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഓരോ അഷ്ടപ്രധാന ഉദ്യോഗസ്ഥനും കീഴിൽ 8 ഉപ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ സഹായികളായിട്ട് ഉണ്ടായിരുന്നു. അഥവാ ദിവാൻ, മജുംദാർ, ഫാഡ്നിസ് ഓർ ഫഡ്നാവിസ്, ദെൻ സബ്നിസ്, കർഖാനിസ്, ചിറ്റ്നിസ്, ജാംദാർ ആൻഡ് പോട്ട്നീസ് തുടങ്ങിയിട്ടുള്ള 8 ഉദ്യോഗസ്ഥന്മാർ ഓരോ അഷ്ടപ്രധാന അംഗത്തിന്റെ കീഴിലുമായിട്ട് ഉണ്ടായിരുന്നു. ഇനി പ്രാദേശിക ഭരണ സംവിധാനം എന്ന് പറയുന്നത് ഈ സാമ്രാജ്യത്തെ പല വിഭാഗങ്ങൾ പ്രവിശ്യകളായിട്ട് തരംതിരിച്ചു. സാമ്രാജ്യത്തിന്റെ അധിപൻ രാജാവാണ് അഥവാ ഛത്രപതിയാണ്. എംപയർ വാസ് ഡിവൈഡഡ് ഇൻ നമ്പർ ഓഫ് പ്രാൻസ്. പ്രവിശ്യകൾ പ്രാൻസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രവിശ്യ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഗവർണർ സുബേദാർ എന്ന പേരിൽ അറിയപ്പെടുന്നു. പ്രവിശ്യകളെ തറഫുകളായിട്ട് തരംതിരിച്ചു. തറഫുകളുടെ ഉദ്യോഗസ്ഥനാണ് ഹവൽദാർ. പിന്നീട് തറഫുകളെ വില്ലേജുകളായിട്ട് തരംതിരിച്ചു, ഗ്രാമങ്ങളായിട്ട് തരംതിരിച്ചു. ഗ്രാമങ്ങളിൽ കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. ഗ്രാമങ്ങളാണ് ഏറ്റവും ചെറിയ ഭരണത്തിന്റെ ഏറ്റവും ചെറിയ ഘടകം. ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ് പ്രധാനപ്പെട്ട കുൽക്കർണി. അദ്ദേഹം അക്കൗണ്ടുകളും റെക്കോർഡുകളും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള അക്കൗണ്ടുകളെല്ലാം സൂക്ഷിക്കുന്ന അത് നോക്കുന്ന ആളാണ്. പട്ടീൽ എന്ന് പറയുന്നത് ലീഗൽ അതുപോലെ തന്നെ പോലീസ് ഡ്യൂട്ടി എല്ലാം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ. പർഗാന എന്ന് പറയുന്ന പ്രവിശ്യയിൽ ദേശ്പാണ്ഡെയാണ് അക്കൗണ്ട് രേഖകൾ നോക്കുന്നത്. ദേശ്മുഖ് എന്ന് പറയുന്നത് ലീഗൽ ആൻഡ് പോലീസിംഗ് പവേഴ്സ് നോക്കുന്നു. ഫൗജ്ദാർ, കൊത്വാൾ എന്ന് പറയുന്ന 2 പോലീസ് ഓഫീസർമാരുണ്ട്. ഫൗജ്ദാർ എന്ന് പറയുന്നത് റൂറൽ ഏരിയയിലെ ഗ്രാമീണ മേഖലയിലെ പോലീസ് ഉദ്യോഗസ്ഥനും കൊത്വാൾ എന്ന് പറയുന്നത് അർബൻ സിറ്റിയിലെ പോലീസ് ഉദ്യോഗസ്ഥനുമാണ്. ഈ മറാത്ത രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ സംവിധാനത്തിൽ ഒരു യൂണിഫൈഡ് സംവിധാനം അല്ലെങ്കിൽ മിലിറ്ററി റാങ്കിലോ സിവിലിയൻ ഭരണത്തിലോ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള സിസ്റ്റം എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നില്ല. ചെറിയ മാറ്റങ്ങളൊക്കെ പല കാലഘട്ടങ്ങളിലായിട്ട് ഉണ്ടായിരുന്നു. ഇനി സൈനിക സംവിധാനം. അശ്വസൈന്യം അഥവാ കാലാൾപ്പട പ്രധാനപ്പെട്ട സൈന്യമായിരുന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ, കുതിരകളെല്ലാം കേന്ദ്ര ഗവൺമെന്റിന് നൽകപ്പെട്ടു. ശിവജി സൈനികർക്ക് ശമ്പളം പണമായിട്ടാണ് നൽകിയിരുന്നത്. അതോടൊപ്പം അച്ചടക്കം സൈന്യത്തിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അച്ചടക്കം നിലനിർത്തിയിരുന്നു. ശക്തമായിട്ടുള്ള ഒരു നേവി ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. 400ഓളം വിവിധ തരത്തിലുള്ള 400ഓളം കപ്പലുകൾ അദ്ദേഹത്തിൻ്റെതായ ഉണ്ടായിരുന്നു. ഇനി സ്ട്രക്ചർ ഓഫ് ആർമി. ഈ ആർമി എന്ന് പറയുന്നത് 25 അംഗങ്ങളുള്ള ഒരു ഹോഴ്സ്മാൻ അല്ലെങ്കിൽ കുതിര സൈന്യത്തിന് നേതൃത്വം വഹിച്ചത് ഹവിൽദാറാണ്. 5 ഹവിൽദാർക്ക് കീഴിൽ ഒരു ജുംലാദാർ ഉണ്ടാവുന്നു. 13 ജുംലാദാർ നയിക്കുന്നതിന് അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്നതിന് ഹസാരി ഉണ്ടായിരുന്നു. 5 ഹസാരിയുടെ മുകളിലുള്ള ആളാണ് അല്ലെങ്കിൽ 5 ഹസാരിയുടെ മേൽനോട്ടം വഹിച്ചിരുന്നത് പഞ്ച് ഹസാരിയാണ്. പിന്നീട് ഇതിനു മുകളിലാണ് അവിടെ കമാൻഡർ ഇൻ ചീഫും രാജാവും അല്ലെങ്കിൽ ഛത്രപതിയും ഉണ്ടായി. ഇതാണ് സൈന്യത്തിന്റെ ഒരു ഘടന എന്ന് പറയുന്നത്. ഇനി അവസാനത്തെ ഒരു ഭാഗം ഫിനാൻസ് ആൻഡ് റവന്യൂ. ഭൂനികുതി, സാമ്പത്തിക കാര്യം. ഇപ്പൊ ഭൂനികുതി, കച്ചവട നികുതിയാണ് പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ എന്ന് പറയുന്നത്. അതോടൊപ്പം ചൗദ്, സാർദേശ്-മുഖി തുടങ്ങിയിട്ടുള്ള 2 പ്രധാനപ്പെട്ട നികുതി ശിവജി പിരിച്ചെടുത്തിരുന്നു. അത് പ്രധാനമായും മുഗളന്മാരുടെ മുഗളന്മാരിൽ നിന്നും പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ നിന്നാണ് ഈ 2 നികുതി പ്രധാനമായിട്ടും പിരിച്ചെടുത്തിരുന്നത്. ചൗദ് എന്ന് പറയുന്ന നികുതി 4/1 അഥവാ മൊത്തം ഒരു കർഷകന്റെ ഉൽപ്പന്നങ്ങളിൽ 4/1 ഭാഗം ചൗദായിട്ട് പിരിച്ചെടുത്തിരുന്നു. സാർദേശ്-മുഖി 10ൽ 1 ഭാഗമായിട്ടാണ് പിരിച്ചെടുത്തിരുന്നത്. അപ്പൊ നികുതി പിരിവിന് സൈന്യത്തെ അദ്ദേഹത്തിന്റെ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. നികുതി പിരിവ് കർക്കശമായിട്ട് തന്നെ ശിവജിയുടെ കാലഘട്ടങ്ങളിൽ നടപ്പിലാക്കിയിരുന്നു. പിന്നീട് ഒരു റയട്ട്വാരി സിസ്റ്റമാണ് നികുതി പിരിവിന് അദ്ദേഹം സ്വീകരിച്ചത്. അഥവാ കർഷകരിൽ നിന്ന് നേരിട്ട്, ഇടനിലക്കാരെ ഒഴിവാക്കിയിട്ട് കർഷകരിൽ നിന്ന് നേരിട്ട് പിരിച്ചെടുക്കുന്ന ഒരു റയട്ട്വാരി സംവിധാനമാണ് ശിവജി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പിന്തുടർന്നത്. അപ്പൊ ഇത്രയുള്ള കാര്യങ്ങളാണ് മറാത്ത അല്ലെങ്കിൽ ശിവജിയുടെ ഭരണം സംവിധാനവുമായിട്ട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.